ഹായ് ഫ്രണ്ട്സ്, അപ്പൊ അങ്ങനെ കാത്തിരുന്ന് എന്ത് ചെയ്തു, LDC പരീക്ഷകളുടെയും LPUP പരീക്ഷകളുടെയും ഒക്കെ എന്ത് ചെയ്തു, ഡേറ്റ് വന്നു. ഇന്നലെ നിങ്ങൾ ഡേറ്റ് വന്നതൊക്കെ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഒട്ടുമിക്ക ആളുകളുടെയും പഠനം എന്ന് പറയുന്നത് ഒരു മെല്ലെപ്പോക്ക് നയത്തിലൂടെ ഇങ്ങനെ പോവായിരുന്നു. പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം, ഏകദേശം ഒരു ബേസും കാര്യങ്ങളൊക്കെ സിലബസിനുള്ളിലൂടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പരീക്ഷയുടെ ഡേറ്റ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഞാൻ ഭയങ്കര കാര്യക്ഷമമായ പഠനം പഠിക്കാം എന്ന് പറഞ്ഞ് ഇരുന്ന ആളുകൾക്കൊക്കെ ഒരു ഇടിറ്റി പോലെയാണ് എന്ത് ചെയ്യുന്നത്. പെട്ടെന്ന് ഡേറ്റ് വന്നപ്പോഴത്തേക്ക് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു, ഈ ഒരു പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ച ആ ഒരു സമയം മുതൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു കൗണ്ട് ഡൗൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ലെവലിലായിട്ടുണ്ടാവും. കാരണം ഇനി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഗവൺമെന്റിൽ ഉള്ള പണിയായിരിക്കൂല, 8ന്റെ പണിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കിട്ടാൻ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഇന്നലെ പരീക്ഷാ ഡേറ്റ് വന്നു എന്നറിഞ്ഞപ്പോ തന്നെ LPUP-കാർക്കാണെങ്കിലും നിങ്ങൾ ഡേറ്റ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണെന്ത്, UP-യുടെ പരീക്ഷ ജൂലൈ 6-ാം തീയതിയാണ്, LP-യുടെ പരീക്ഷയാണെങ്കിൽ 20-ാം തീയതി ജൂലൈയാണ്. LDC-കാർക്ക് ജില്ലാടിസ്ഥാനത്തിൽ കുറച്ച് സമാധാനം വിതരണം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഡേറ്റ് പ്രഖ്യാപിച്ചത്. അതായത് തിരുവനന്തപുരത്തുകാർക്ക് അത്ര വലിയ സമാധാനം വേണ്ട എന്നുള്ള ലെവലിൽ എന്ത് ചെയ്തു, 27-ാം തീയതി ജൂലൈ തന്നെ എന്ത് ചെയ്തു, അവർക്ക് ഡേറ്റ് പ്രഖ്യാപിച്ചു കൊടുത്തു. ബാക്കി കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നു, അവർക്കും എന്ത് ചെയ്തു, തിരുവനന്തപുരത്തേക്കാൾ കുറച്ച് സമാധാനം കൂട്ടിക്കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുന്നു, സെപ്റ്റംബറിൽ ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോടും ഏറ്റവും അവസാനം ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്. അപ്പോ ഈ ഒക്ടോബറിലുള്ള 4 ജില്ലക്കാരുണ്ടല്ലോ, അവർ ഭയങ്കര സമാധാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇരിക്കാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരിപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുന്നത്, തിരുവനന്തപുരംകാരുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നമുക്ക് ഏകദേശം എക്സാമിന്റെ പൾസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കാനുള്ള 2 മാസം കൂടെ പിന്നെ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് കൂടുതൽ സമാധാനം ആശിക്കുന്ന ആളുകളായിരിക്കും ആരെന്ന് പറയുന്നത് ഈ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ആളുകൾ. ഏതാളുകളാണെങ്കിലും ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. എക്സാമിന് കുറച്ചും കൂടെ സമയം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നും നാളെയൊക്കെ നടക്കേണ്ട പഠനത്തിൽ അത്യാവശ്യം മടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മിക്സ് ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ അറിയുന്നോണ്ട് നല്ല ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നലെ മുതൽ ഓരോരുത്തരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സിലബസ് എവിടെ, ആരെങ്കിലും ആ സിലബസ് ഒന്ന് ഫോർവേഡ് ചെയ്ത് തരൂ, എന്റെ പെൻഡിങ് ടോപ്പിക് കംപ്ലീറ്റ് അവിടെ കിടക്കുകയാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല, ക്ലാസ്സുകൾ പെൻഡിങ് ആണ്, വായന പെൻഡിങ് ആണ്, റിവിഷൻ പെൻഡിങ് ആണ്, നോട്ട് എഴുത്തൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു ചിലവർ അതിന്റെ ഇടയിൽ കൂടെ ആ നിലവിളി ശബ്ദം ഇടാനുള്ള ലെവലിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി ആ ലെവലിലേക്കൊക്കെ ആയിട്ടുണ്ട്. സോ ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ്, എല്ലാ ചോദ്യങ്ങളും. അതായത് നമുക്കിപ്പോ ഇതിന് ആദ്യ പടി എന്ന് പറഞ്ഞ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൺഫർമേഷൻ ഓൾറെഡി ഈ പറയുന്ന 27-ന് ജൂലൈ നടക്കുന്ന LDC-കാർക്കും അതുപോലെ തന്നെ 6-ാം തീയതി നടക്കുന്ന UP-കാർക്കും 20-ാം തീയതി നടക്കുന്ന LP-കാർക്കും ഒക്കെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ എത്തി. സോ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ ഏൽപ്പിക്കാൻ നിൽക്കണ്ട, കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയക്കാരെ ഏൽപ്പിക്കാൻ നിൽക്കണ്ട, അവനവൻ പോയി കൺഫേം ചെയ്യുക. ഞാൻ കൺഫർമേഷൻ കൊടുത്തു, നമ്മുടെ റീസെന്റ് കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഈ പറയുന്ന LP അല്ലെങ്കിൽ UP, LDC അതിന്റെ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളത് അവനവൻ കണ്ട് തൃപ്തിപ്പെട്ട് പോരുക. ഇല്ല എന്നുണ്ടെങ്കിൽ മുന്നേ പല അനുഭവങ്ങളും കൺഫർമേഷൻ കൊടുത്തപ്പോ ഓക്കെ സബ്മിറ്റ് എന്നൊക്കെ വന്നു, പിന്നെ നോക്കുമ്പോ കൺഫർമേഷൻ സബ്മിറ്റ് ആയിട്ടില്ല. വെറുതെ എന്തിനാണ് അവന്റെ മടി പിടിച്ചിട്ട് പിന്നെ അവനവൻ തന്നെ എന്ത് ചെയ്യണം, പിന്നെ അതിന്റെ ആ ഒരു സങ്കടത്തിലിരിക്കണം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ മെയ് 11 വരെ നമുക്ക് എന്ത് ചെയ്യുന്നു, കൺഫർമേഷന് സമയമുണ്ട്, അത് കൊടുത്തു എന്ന് അവനവൻ പോയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുന്നത്
സിലബസ് തപ്പിപ്പോവുക, അതേപോലെ തന്നെ പെൻഡിങ് ടോപ്പിക് എന്താക്കണം, എന്റെ PYQ ഇതുവരെ ഒന്നും ആയിട്ടില്ല, എന്റെ SCRT, എന്റെ NCRT, എന്റെ ഇംഗ്ലീഷ്, എന്റെ മാത്സ്, എന്റെ മലയാളം, ഇനിയുള്ള ദിവസങ്ങളിൽ പരാതി തീരൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ LP-ക്കാർക്ക് ആണെങ്കിൽ 6-ാം തീയതി വരെ പരാതിയോട് പരാതി തന്നെ ആയിരിക്കും. അതായത് എന്റെ അവിടെ ഒന്നും ആയിട്ടില്ല, ഇതൊന്നും ആയിട്ടില്ല, സിലബസിൽ ആ മൊഡ്യൂൾ ഒന്നും ആയിട്ടില്ല, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ വേവലാതിപ്പെട്ടിരുന്നിട്ട് ഉള്ള സമയം ടെൻഷൻ അടിച്ചും സങ്കടപ്പെട്ടും കളഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആവും എന്നുള്ളത് ഉറപ്പാ. സോ ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് സിലബസിനുള്ളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ മുതൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നോട്ടും കാര്യങ്ങളും റിവിഷനും ഒക്കെ ആയിട്ട് തീർത്ത ശേഷം മാത്രം ഇനി എന്ത് ചെയ്യുക, സിലബസിന്റെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അതായത് സിലബസിൽ ഓരോ മൊഡ്യൂളിലും ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം അതേപടി നിങ്ങൾ ക്ലാസ് കേട്ടിട്ടാണെങ്കിലോ നോട്ട് എഴുതിയിട്ടാണെങ്കിലോ ഇനി എങ്ങനെയാണെങ്കിലും റാങ്ക് ഫയൽ നോക്കിയിട്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക, ആ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഏകദേശം എല്ലാം എന്ത് ചെയ്തു, ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് പെർഫെക്റ്റ് ആണ്, അടുത്ത മൊഡ്യൂളിലേക്ക് പോവാ. ഇങ്ങനെ സിലബസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ SCRT പുറത്തുള്ള 5 മുതൽ 12 വരെ ഇനിയിപ്പോ വായിച്ചിട്ട് പിന്നെ സിലബസും കൂടെ കവർ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടൂല. സോ ഇത് പെർഫെക്റ്റ് ആക്കുക. ഇത് പെർഫെക്റ്റ് ആക്കുമ്പോ തന്നെ SCRT കണ്ടന്റ്സ് മാക്സിമം സിലബസിനുള്ളിൽ വരുത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ സിലബസിനുള്ളിലേക്ക് മാക്സിമം ഒതുങ്ങുക. ആഴ്ചയിൽ ഒരു മിനിമം 5 OMR പരീക്ഷയെങ്കിലും എന്ത് ചെയ്യാം, ആഴ്ചയിൽ എഴുതാം. എത്ര മാർക്കിന്റെ ആയിക്കോട്ടെ, അതിൽ PYQ എക്സ്ട്രാ തന്നെ ആഡ് ചെയ്യുക. ഒരു 5 OMR പരീക്ഷയെങ്കിലും എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 5 OMR പരീക്ഷയെങ്കിലും നമ്മൾ എഴുതിക്കണം. അതിന്റെ ഉള്ളിൽ ഏതും കൂടെ വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് 2019 ശേഷമുള്ളതോ 2017 ഇങ്ങോട്ടേക്കുള്ളത്. ഇനിയോ അതിൽ ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, പ്രസ്താവന ചോദ്യങ്ങൾക്ക് പ്രത്യേകം പ്രാക്ടീസ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും കുറെ ആളുകൾക്ക് ആ ഒബ്ജക്റ്റീവ് ലെവലിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ള ലെവലിലാണ് ഇപ്പോഴും പലർക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് മാറി അതിനോട് ഇഷ്ടം വരണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തോ, പ്രാക്ടീസ് കൊടുക്കുക. കാരണം വെച്ചാൽ നമുക്ക് 2020 മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ള PYQ ചെയ്താൽ തന്നെ അതിൽ ഇഷ്ടം പോലെ എന്തിനാ ഇപ്പൊ ഈ മിനിഞ്ഞാന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും നല്ല രീതിയിലുള്ള, അതായത് പോർച്ചുഗീസുകാരുടെ ആഗമനം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് നിന്നൊക്കെ നല്ല നല്ല കിടിലൻ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ പരീക്ഷകൾക്ക് അടക്കം വരുന്നുണ്ട്. സോ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഖേദിക്കേണ്ടി വരുന്നത്. സോ നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റിന് പ്രാക്ടീസ് കൊടുക്കുക. ഇംഗ്ലീഷും മാത്സും മലയാളവും ഈ 3 എണ്ണത്തിന് എല്ലാ ദിവസവും 15 മുതൽ 30 മിനിറ്റ് വരെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓരോ ദിവസവും ഓരോ പാറ്റേൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, സമയം കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യൂല, ഈ 3 ഭാഗങ്ങൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതായിരിക്കും നിങ്ങളുടെ കറക്റ്റ് എന്ത് ചെയ്യുന്നത്, മാർക്കും നിങ്ങളുടെ റാങ്ക് എവിടെ ആയിരിക്കണം എന്നുള്ള ആ ഒരു പ്ലേസും എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ഇത് 3 ആയിരിക്കും. സോ അതിന് നല്ലവണ്ണം ഇമ്പോർട്ടൻസ് കൊടുക്കണം. LDC പഠിക്കുന്നവരാണെങ്കിൽ 20 മാർക്കിന് കറന്റ് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ കറന്റ് അഫയേഴ്സിന് പ്രത്യേകം പ്രാധാന്യം കൊടുത്തിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഈ പറയുന്ന 2022 ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് 2024 ഒരു മാർച്ച് ഏപ്രിൽ വരെയുള്ള കറന്റ് അഫയറുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ 20 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ മാർക്കല്ല, അത് നന്നായിട്ട് കോറായിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യും. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടും അല്ലാതെ കറണ്ട് അഫയേഴ്സിൽ വരെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ പ്രതീക്ഷിക്കണം. LP-UP-കാരാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സും അതിനൊക്കെ പുറമെ അവർക്ക് സൈക്കോളജി ഉണ്ട്, സൈക്കോളജി പെഡഗോജി ഭാഗത്ത് 20 മാർക്കാണ് അവർക്ക് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന DLED ടെക്സ്റ്റ് ബുക്കുകൾ 201, 101 ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ കവർ ചെയ്യാനും പറ്റും. സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്യും, ഇന്നലത്തെ ചൂട് ഇന്നില്ല. കാരണം എന്താ, ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഡേറ്റ് വന്നു എന്നുള്ള ആ പേടിപ്പെടുത്തലുകൊണ്ട് തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി ആകെ കൂടെ ഇനിയിപ്പോ എന്താ ചെയ്യുക, ഞാൻ കുറച്ചും കൂടെയൊക്കെ സമയം കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു, ഇതിപ്പോ സമയം ഒട്ട് കിട്ടൂല്ല, പെട്ടെന്ന് വരും ചെയ്തു, ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാനോട്ട് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന
ജൂൺ എന്ന് പറഞ്ഞിരുന്നത് ജൂലൈ ആയി എന്നുള്ള ലെവൽ, അതായത് ഇലക്ഷന്റെ ഒരു മാസം നമുക്ക് മുന്നിലേക്ക് കിട്ടി. സോ ആ ലെവൽ മാത്രം, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ എൽ പിക്കും യു പിക്കും ഇടയിലുള്ളൂ. എൽ പി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന TTC DLED കാരാണെങ്കിൽ അവർ എൽ പി എന്നെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോളുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പിയെക്കാളും ഒരു 10-15 മാർക്ക് കൂടുതൽ അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു യു പി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ BEdകാർക്കുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് യു പി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു 70+, ആ ഒരു 70+ മാർക്ക് ഉറപ്പിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠനവും ആ ലെവലിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ഞാനൊരു 8-10 പഠിച്ചു, ഞാനൊരു 55-ലെത്തി 60-ലെത്തി എന്നൊന്നും പിന്നീട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അപ്പൊ ഇപ്പോഴേ പറയണത് യു പി ആണെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ചിൽ കട്ട് ഓഫ് വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അത് മുന്നിൽ കണ്ട് തന്നെ പഠിക്കണം. പിന്നെയോ എൽ പിക്ക് ആണെങ്കിലും യു പിക്ക് ആണെങ്കിലും സയൻസ് നല്ല റേഞ്ച് ചോദ്യങ്ങളായിരിക്കും, നല്ല രീതിയിൽ ആഴത്തിൽ തന്നെ എന്ത് ചെയ്യും, ചോദിക്കും എന്നുള്ളത്. പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് സയൻസ് ഇത്ര ടഫ് ആവുമെന്ന് വിചാരിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. 2014 മുതലേ കാണുന്നതാണ് സയൻസ് നല്ല റേഞ്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് ഓരോ മാർക്ക് ഡിവിഷൻ, ഇനി ചിലത് ചോദിക്കുന്നത് ഏത് ഏരിയക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എല്ലാ ഏരിയക്കും എത്ര മാർക്കിന് വീതം പ്രാധാന്യം കൊടുക്കണം എന്ന് PSC ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ സിലബസിനുള്ളിൽ പഠിച്ചിട്ട്, എൽ പി യുപിക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, സിലബസിനുള്ളിൽ പഠിച്ചിട്ട് സിലബസിന്റെ അപ്പുറം ഇപ്പുറം സിലബസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്നുകൂടെ നോക്കി സെറ്റ് ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ ചെറിയ പാർട്ടുകൾ എന്ന് പറയുന്നത്, ഇപ്പൊ കേരള ഹിസ്റ്ററി ആണെങ്കിൽ പോലും വേലുത്തമ്പി, പാലിയത്തച്ഛൻ, പഴശ്ശി, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൊച്ചിൻ പ്രജാമണ്ഡലം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്കും കൂടെ പഠനം കൊണ്ടുപോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, സിലബസ് മാക്സിമം എത്രയും പെട്ടെന്ന് കവർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. അപ്പൊ ഇനിയുള്ള ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്, വെറുതെ കളയരുത്. ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് മനസ്സിന് പാതി സമാധാനവും കൊടുത്തു, പാതി ടെൻഷനും കൊടുത്തിട്ടാണ് ഇത്രയും ദിവസം ഇരുന്നത്. ഇപ്പൊ ഡേറ്റ് വന്നു, ഇനി മനസ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതാണ്, ഫുൾ ടെൻഷനാണ്. ഫുൾ ടെൻഷൻ വെച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ സമയം കളഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും നേടാനില്ല. സർവീസിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന പ്രഷറും ഷുഗറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മെഡിസെപ്പ് ഉപയോഗിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവീസിലേക്ക് കയറുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ. നമുക്ക് അടിക്കാനുള്ള ജോലി നമ്മൾ തന്നെ അടിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ആവശ്യമാണ് നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വഴിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ലെവലിൽ തന്നെ വിചാരിച്ചോളുക. ഈ പ്രതിസന്ധികളും ഈ സങ്കടങ്ങളും ഈ ടെൻഷനുകളും ഒക്കെ തീർന്നിട്ട് ഉള്ളൊരു പഠനം നമ്മളിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ഉള്ള കാലത്ത് തന്നെ ഈ പ്രതിസന്ധികളൊക്കെ എനിക്ക് പഠനത്തിന് കൂട്ടിനാണ് എന്നുള്ള ലെവലിൽ എന്തായാലും ഞാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ജൂലൈ മാസത്തോടുകൂടെ, അതായത് അത് കഴിഞ്ഞിട്ടുള്ള LDക്കാർക്ക് പിന്നെ ഒരു മാസം സാവകാശം ഉണ്ടെങ്കിലും പഠനത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതെ ഇനി ന്യായീകരിച്ചുള്ള ലൈഫ് എന്ന് പറയുന്നത് ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ല, എന്തായാലും ഞാൻ അടിച്ചിരിക്കും എന്നുള്ള ലെവലിൽ തന്നെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ എന്ത് ചെയ്യും, മടുപ്പ് തോന്നും, വെറുപ്പ് തോന്നും. കാരണം ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട്, ഞാൻ ഇത്രയൊക്കെ തലകുത്തി മറിഞ്ഞിട്ട്, ഇത്രയും രാത്രികളൊക്കെ ഞാൻ പകലാക്കി പഠിച്ചിട്ട് എന്നുള്ള ലെവലിൽ നമുക്ക് നമ്മോട് തന്നെ വെറുപ്പ് തോന്നിയേക്കാം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങളുടേതാണ്, എനിക്ക് എന്റെ പോസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ അടിച്ചെടുത്തോ, എന്തായാലും ഞാനൊരു പോസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് അടിച്ചെടുക്കും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് പഠനം കൂടെ ആ ഒരു ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. എന്താണെങ്കിലും ഈ വരുന്ന LP ഞാൻ അടിച്ചിരിക്കും, അല്ലെങ്കിൽ UP ഞാൻ അടിച്ചിരിക്കും, LD ഞാൻ അടിച്ചിരിക്കും എന്നുള്ള ഒരു ലെവലിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് തന്നെ എന്ത് ചെയ്തോളുക, എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്ത് എത്ര മണിക്കൂറാണ് എന്നുള്ളത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തീരുമാനിച്ചോളുക. അതിനിടയിൽ മെയിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന LSJSന്റെ പ്രിലിംസ് നടക്കുന്നു. ജൂൺ മാസത്തിലാണെങ്കിൽ CPOന്റെ പരീക്ഷ നടക്കുന്നു. അപ്പൊ CPO ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നവരെന്ത് ചെയ്യുക, അതും പഠിക്കുക. പിന്നെ ഒരു മാസത്തിനകം LDയും കൂടെ അടിക്കണം എന്നുള്ള ലെവൽ. എന്താണെങ്കിലും 2024 ഞാൻ എന്റെ ജോബ് ഉറപ്പിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഇനി എനിക്ക് ബാക്കി എന്തും ഉള്ളൂ
എന്നുള്ള ലെവലിൽ അങ്ങോട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മളൊരു തീരുമാനമെടുത്ത് നമ്മൾ ഒരെണ്ണം അടിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പൂർണ്ണ ബോധ്യം നമ്മുടേതാണ് എന്ന് നമുക്കുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേറൊരാള് എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. സോ ടൈം നിങ്ങളുടേതാണ്, ഭാവിയും നിങ്ങളുടേതാണ്. എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിക്കാൻ പറ്റും. സോ വരുന്ന ദിവസങ്ങളിൽ പഠനത്തിലൂടെ ജീവിതത്തിന്റെ വഴിത്തിരിവാവുന്ന ലെവലിലേക്ക് തിരിച്ചുവിടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്.